നമസ്കാരം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കൂടുതൽ അട്ടിമറി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്ന് പുറത്തു വന്ന വിവരം. അതിൽ ഒഴിവാക്കണമെന്ന് പറഞ്ഞ ഭാഗം ഒഴിവാക്കാതെയും ഒഴിവാക്കരുത് എന്ന് പറഞ്ഞത് ഒഴിവാക്കിയുമുള്ള റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് എന്നുള്ള വിവരം. അതിപ്പോൾ കൂടുതൽ വിവാദങ്ങൾക്ക് ഇടയാക്കിയിരിക്കുകയാണ്. പ്രതിപക്ഷം ഉൾപ്പെടെ ഒപ്പം ഒട്ടേറെ പ്രതികരണങ്ങൾ WCCയുടെ ഭാഗത്തു നിന്നൊക്കെ ഈ വിഷയത്തിൽ ഉണ്ടാകുന്നുണ്ട്. സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണവും വരുന്നു. മന്ത്രി പറയുന്നത് കോടതിയുടെ പരിഗണനയിലുള്ള വിഷയമായതിനാൽ അതിൽ കൂടുതൽ വിശദീകരണത്തിന്റെ ആവശ്യമില്ല എന്ന് പറയുന്നു. ആ തരത്തിലേക്കൊക്കെയുള്ള പ്രതികരണങ്ങൾ, വിവാദങ്ങൾ ഇന്നുണ്ടാകുമ്പോൾ അല്പസമയത്തിനകം AMMയുടെ പ്രതികരണം വരുന്നുണ്ട് എന്നുള്ളതും നമ്മൾ ശ്രദ്ധയോടെ തന്നെ നോക്കിക്കാണുകയാണ്. ഈ വിഷയത്തിൽ കൂടുതൽ പഠനം ആവശ്യമുണ്ട് എന്നുള്ളതായിരുന്നു നേരത്തെ അവരുടെ പ്രതികരണം. എന്നാൽ ഇന്നിപ്പോൾ അവരുടെ എക്സിക്യൂട്ടീവ് യോഗം ചേരുന്നു, കമ്മിറ്റിയുടെ യോഗം ചേരുന്നു. അതിൽ ഒരു പ്രതികരണത്തിന് വൈകരുത് എന്ന തീരുമാനം അവർ കൈക്കൊള്ളുകയാണ്. 3 മണിക്ക് പ്രതികരണം ഉണ്ടാകും എന്നുള്ളതാണ്. നമ്മൾ ഈ വാർത്തകളിലേക്ക് പോവുകയാണ്. അതിലേറ്റവും പ്രധാനം ഈ നിമിഷത്തിലേത് താരസംഘടനയുടെ പ്രതികരണം 3 മണിക്ക് ഉണ്ടാകും എന്നതാണ്. ഭാരവാഹികൾ മാധ്യമങ്ങളെ കാണും. പ്രതികരണം അനിവാര്യമെന്ന് പ്രസിഡന്റ് മോഹൻലാലും ജനറൽ സെക്രട്ടറി സിദ്ദിഖും നിലപാടെടുത്തു എന്നാണ് സൂചന. 3 മണിക്ക് പ്രതികരിക്കാമെന്ന് ജനറൽ സെക്രട്ടറി സിദ്ദിഖ് 24-നോട് പറഞ്ഞു. ഞാൻ മാധ്യമങ്ങളെ വിളിച്ചിട്ടുണ്ട്. 3 മണിക്ക് ഇവിടെ വെച്ച് തന്നെ ഇവിടെ വെച്ച് കാണാം കേട്ടോ. അശ്വിൻ പാലാഴി വിശദാംശങ്ങളുമായി. അശ്വിൻ, ഇത് പഠിച്ചു തീർന്നിട്ടില്ല എന്ന തരത്തിലേക്കായിരുന്നു പ്രതികരണങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം വന്നത്. ഏതായാലും ഇപ്പോൾ പഠിച്ചു തീർന്നിട്ടുണ്ട് എന്ന് നമുക്ക് കരുതാം. ഇന്നിപ്പോൾ വരുന്ന പ്രതികരണം എന്തായിരിക്കും എന്നത് നമുക്ക് അറിയില്ല. ഏതായാലും ഈ വിഷയത്തിൽ ഇന്ന് കൂടിയാലോചനകൾ നടന്നിട്ടുണ്ട്. ഈ പ്രമുഖർ ഭാരവാഹികളൊക്കെ അവിടെ തന്നെ ഉണ്ടോ? അവരെല്ലാവരും ഇന്ന് പ്രതികരണത്തിനുണ്ടാകുമോ അശ്വിൻ? അനുജ, എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ കൊച്ചിയിലുള്ള എല്ലാവരും തന്നെ ഈ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ ഇപ്പോഴും അനുജ സൂചിപ്പിച്ചതുപോലെയുള്ള കൂടിയാലോചനകൾ അമ്മയുടെ ആസ്ഥാനത്ത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു പൂർണ്ണമായ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ, അല്ലെങ്കിൽ നിലപാട് ഏത് തരത്തിൽ പ്രഖ്യാപിക്കണം എന്നുള്ള കാര്യത്തിലേക്ക് പൂർണ്ണമായും എത്താൻ AMMA ഭാരവാഹികൾക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. അവരിപ്പോഴും അകത്ത് യോഗം തിരക്കിട്ട ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കൊച്ചിയിലില്ലാത്തവർ ഓൺലൈനായി ആ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. എന്തായാലും 3 മണിക്ക് മാധ്യമങ്ങളെ കാണുമെന്നുള്ള വ്യക്തത ഇപ്പോൾ വന്നിരിക്കുന്നു. AMMയുടെ ആസ്ഥാനത്ത് ഇപ്പോൾ മാധ്യമങ്ങളെല്ലാം തന്നെ തയ്യാറായിട്ടുമുണ്ട്. എന്തായാലും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രതികരണം, അല്ലെങ്കിൽ ഏറെ കാത്തിരിക്കുന്ന ഒരു പ്രതികരണം, അത് AMMയുടെ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആരോപണ വിധേയരായവരും ഇരയാക്കപ്പെട്ടവരും വേട്ടക്കാരും എല്ലാം അടങ്ങുന്ന ഒരു സംഘടന എന്നുള്ള നിലയിലുള്ള ആരോപണങ്ങളെല്ലാം ഈ AMMയ്ക്കെതിരെ വന്നിട്ടുണ്ട്. എന്തായാലും ആ സാഹചര്യത്തിൽ AMMയുടെ പ്രതികരണം വളരെ നിർണായകമാണ്. എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളത് കേരളം കാത്തിരിക്കുന്ന ഒന്നുകൂടിയാണ്. സിദ്ദിഖിന്റെ പ്രതികരണത്തിന് തന്നെയാണ് ഏറ്റവും പ്രാധാന്യം. ഒപ്പം നിലവിൽ കൊച്ചിയിലുള്ള ആളുകൾ കൂടി ഈ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കും എന്നുള്ളതും പറയുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ സംഘടനയ്ക്കെതിരെ വലിയ ആരോപണങ്ങളൊക്കെ ഉന്നയിക്കപ്പെട്ടിരുന്നു. അതായത് ഇരയാക്കപ്പെട്ട ആളുകളെ മാറ്റി നിർത്തുകയും ഈ വേട്ടക്കാരെ സംരക്ഷിക്കുകയും ചെയ്യുന്ന നിലപാടിലേക്ക് സംഘടന പോകുന്നു. അതുകൊണ്ടാണ് ഈ കാര്യത്തിൽ ഒരു നിലപാട് പ്രഖ്യാപനത്തിന് AMMA മുതിരാത്തത് എന്നടക്കമുള്ള ആരോപണങ്ങളാണ് ഉന്നയിക്കപ്പെട്ടിരുന്നത്. സോഷ്യൽ മീഡിയയിലടക്കം സംഘടനയ്ക്ക് വലിയ ആരോപണങ്ങൾ നേരിടേണ്ടി വന്നിരുന്നു. എന്തായാലും അതിനെല്ലാം പിന്നാലെ ഇന്ന് വലിയ രീതിയിലുള്ള വിമർശനങ്ങളിലേക്ക് പോയിരുന്നു. ഒപ്പം പ്രതികരണങ്ങൾ പരസ്യമായി വേണ്ട, വാർത്താ സമ്മേളനം നടത്തേണ്ട എന്നടക്കമുള്ള കാര്യങ്ങളിലേക്ക് സംഘടനയുടെ ഉള്ളിലെ കാര്യങ്ങൾ പോയിരുന്നു. അത് വലിയ വിമർശനങ്ങൾക്കും വഴിവെച്ചു. പിന്നീടാണ് വലിയ സമ്മർദ്ദത്തിലേക്ക് സംഘടന നീങ്ങുന്നത്. ആ സമ്മർദ്ദത്തിന് പിന്നാലെയാണ് ഇന്ന് തന്നെ ഒരു നിലപാട് പ്രഖ്യാപനം എന്നുള്ള തരത്തിലേക്ക് സംഘടന നീങ്ങിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇന്നലെ അടക്കം വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴിയുള്ള മീറ്റിംഗുകൾ സജീവമായിരുന്നു. ആ മീറ്റിംഗിൽ ഭിന്നത പ്രകടമാക്കിക്കൊണ്ട് പല താരങ്ങളും രംഗത്തെത്തി എന്നുള്ള കാര്യങ്ങളെല്ലാം ഇന്നലെ തന്നെ പുറത്തു വന്നതാണ്. എന്തായാലും ഇനി എന്ത് എന്നുള്ളതാണ് അറിയേണ്ടത്. എന്താണ് സംഘടനയുടെ നിലപാട്? അത് എന്തായാലും അധികം വൈകാതെ തന്നെ, ഏകദേശം ഒരു 25 മിനിറ്റിനുള്ളിൽ തന്നെ ആ നിലപാട് പ്രഖ്യാപിക്കപ്പെടും എന്നുള്ളതാണ് അനുജ നമുക്ക് പറയാനുള്ളത്. അശ്വിൻ, ഇപ്പോ ഇന്നത്തെ യോഗത്തിൽ ഏതാണ്ട് താരങ്ങൾ മുഴുവനും എന്ന് നമുക്ക് പറയാമോ ഈ നിലപാട് പ്രഖ്യാപിക്കണം എന്നാണോ ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നത്? അങ്ങനെ ഒരു നിലപാടാണോ അവർക്കുള്ളത്? ഈ നിലപാട് പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് 2 തട്ടിലേക്ക് AMMയുടെ സംഘടനാ നേതൃത്വവും ഒപ്പം 506 പേരടങ്ങുന്ന ഈ സംഘടന പൂർണ്ണമായി മാറി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നിലപാട് പ്രഖ്യാപിക്കണമെന്നുള്ള ശക്തമായ ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഒരു വിഭാഗം നിലനിൽക്കുമ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അത്ര ഗൗരവമായി കാണേണ്ടതില്ല. അത് മറ്റൊരു തരത്തിലുള്ള റിപ്പോർട്ടാണ് എന്നടക്കമുള്ള ആരോപണങ്ങൾ എന്നുള്ള വാദങ്ങൾ വെച്ചുകൊണ്ട് മറ്റൊരു വിഭാഗം കൂടി രൂപപ്പെട്ടു. അങ്ങനെയാണ് ഒരു ഭിന്ന അഭിപ്രായം ഈ സംഘടനയിൽ ഉണ്ടായത്. എന്നാൽ വൈസ് പ്രസിഡന്റ് ജയൻ ചേർത്തൽ അതുമായി ബന്ധപ്പെട്ടൊരു വിശദീകരണം ഇന്ന് നൽകിയിരുന്നു. അതൊക്കെ ബഹുസ്വരതയുടെ ഭാഗമാണ് ഈ ഭിന്നത എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. എന്തായാലും അങ്ങനെ
രണ്ടഭിപ്രായം ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് നിലപാട് പ്രഖ്യാപിക്കുന്നതിൽ AMMയ്ക്കുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും അതെല്ലാം ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചുകൊണ്ട് തന്നെയായിരിക്കും ജനറൽ സെക്രട്ടറി സിദ്ദിഖ് അല്പസമയത്തിനുള്ളിൽ മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് വരിക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ നിലപാട് പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾക്കിടെ ഇന്നാണ് അത് പുറത്തു പറയണം, അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇത് പരസ്യപ്പെടുത്തണം എന്നുള്ള ഒരു ശക്തമായ ആവശ്യത്തിലേക്ക് സംഘടനയുടെ ഭാരവാഹി നേതൃത്വം തന്നെ എത്തിയത് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഒരു വിഭാഗം ഇത് പരസ്യപ്പെടുത്തരുത് അല്ലെങ്കിൽ പറയരുത്, പ്രത്യേകിച്ച് ഈ പവർ ഗ്രൂപ്പ് ഒപ്പം നടിമാരുടെ ആരോപണങ്ങളെല്ലാം തന്നെ ഗുരുതരമായി വന്ന സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു നിലപാട് പ്രഖ്യാപനം നടത്തിയാൽ അത് സംഘടനയ്ക്ക് വലിയ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. പല ചോദ്യങ്ങൾക്കും അല്ലെങ്കിൽ പല ആരോപണങ്ങൾക്കും മറുപടി പറഞ്ഞാൽ അവിടെ അമ്മ പ്രതിക്കൂട്ടിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നടക്കമുള്ള വിമർശനങ്ങൾ വന്നിരുന്നു. എന്നാൽ അങ്ങനെ ഒളിച്ചോടേണ്ട എന്നുള്ളൊരു നിലപാട് അല്ലെങ്കിൽ എന്നൊരു കാര്യം ഈ ഇന്നലെ ചേർന്ന അല്ലെങ്കിൽ ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്ന ആളുകളുമായി മൊബൈൽ വഴിയും നേരിട്ടുമൊക്കെ നടത്തിയ ആശയവിനിമയത്തിൽ പ്രസിഡന്റ് മോഹൻലാൽ തന്നെയാണ് മുന്നോട്ട് വെച്ചത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഒപ്പം ജനറൽ സെക്രട്ടറി സിദ്ദിഖും നിലപാട് പറയുന്നതിൽ തെറ്റില്ല. അത് അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് മുന്നിൽ ഇനിയും സംഘടന നാണം കെട്ട് മുന്നോട്ട് പോകേണ്ടി വരും. അത് കേവലം സംഘടന മാത്രമായിരിക്കില്ല, മലയാള ചലച്ചിത്ര രംഗം തന്നെ അതാണ്. ഇനിയും നിലപാട് വ്യക്തമാക്കിയില്ലെങ്കിൽ അത് പൊതുജനത്തിന് മുന്നിൽ നാണക്കേടുണ്ടാക്കുന്ന സാഹചര്യത്തിലേക്ക് വഴിവെക്കും എന്നുള്ള ഒരു വിലയിരുത്തൽ AMMയുടെ എക്സിക്യൂട്ടീവ് യോഗത്തിൽ നിന്നുണ്ടായിട്ടുണ്ട്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് 3 മണിക്ക് ഭാരവാഹികൾ പ്രതികരിക്കുമെന്നുള്ള വിവരം വരുന്നത്. അതിൽ കൊച്ചിയിൽ നിലവിലുള്ള പ്രസിഡന്റ് മോഹൻലാൽ ഉൾപ്പെടെയുള്ളവർ മാധ്യമങ്ങളെ കാണാനെത്തും, സിദ്ദിഖ് ഉൾപ്പെടെയുള്ളവർ ഉണ്ടാകും എന്നതാണ് വിവരം. നമ്മൾ ആ വാർത്താ സമ്മേളനം തത്സമയം തന്നെ സംപ്രേഷണം ചെയ്യും.